ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പാനൽ കട്ട് ഡ്രസ്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഇത് സ്റ്റിച്ചിങ് വീഡിയോ. ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണികൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവിന് ഇതേ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. രണ്ട് സ്ലീവും കൂടെ ഒന്നിച്ച് വെച്ച് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ സൈഡിൽ നിന്ന് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അത് നമ്മൾ രണ്ട് സ്ലീവിലും ഇതേപോലെ തന്നെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 7 ഇഞ്ച് ഞാൻ ഒരു സ്ലീവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന രണ്ടാമത്തെ സ്ലീവിലേക്കും കൂടി ആ മാർക്കിങ് ഞാൻ ഡിറ്റോ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന 7 ഇഞ്ച് കണ്ടില്ലേ, ആ 7 ഇഞ്ച് അത്രയും പോർഷൻ നമ്മൾ വിട്ടിട്ട് ബാക്കി ആ സെൻറ്ററിൽ കാണുന്ന പോർഷനിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 4 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ താഴത്തെ വശം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത്. സ്പീഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങളും മനസ്സിലാവും. ആദ്യം ഞാൻ ഒരു തവണ ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ആ സൈഡ് അടിച്ചു കൊടുക്കുന്നത്. അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ തന്നെ അറ്റം മടക്കി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇടാൻ പോകുന്നത്. നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്കിങ്ങിൻ്റെ അവിടെ വെച്ച് നമ്മളിത് പ്രഷർ ഫുട്ട് ഒന്ന് പ്രസ് ചെയ്ത് താഴത്തേക്ക് വെച്ചിട്ട് നമ്മളിത് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാവധാനം നന്നായിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്ലീറ്റ്സ് എടുക്കാം. കുഞ്ഞ് പ്ലീറ്റ്സും വലിയ പ്ലീറ്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കേട്ടോ കൊടുക്കുന്നത്. കുഞ്ഞും വലുതും ബോക്സും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതേ കണ്ടോ, ഞാൻ ബോക്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പോലെ ചപ്പി ചവറ പോലെ അങ്ങ് ഇട്ട് കൊടുത്തോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തിടം വരെ നമ്മളത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പഫ് സ്ലീവ് വരുന്നത്. കണ്ടില്ലേ, സിമ്പിളാണ്, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പഫ് സ്ലീവ് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സ്ലീവും അതേപോലെ നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമ്മൾ ലൈനിങ് ആണ് യോജിപ്പിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ലൈനിങ്ങിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെൻറ്റർ പീസും സൈഡ് പീസുകളും. അപ്പോൾ ആദ്യത്തെ സൈഡ് പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. കൃത്യമായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. സൈഡ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാണ്ട് രണ്ടറ്റവും കൂടി ചേർത്ത് വെച്ച് ഇതേപോലെ ഞാൻ നല്ല ചേർത്ത് വെച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ടറ്റവും കൂടി നന്നായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. താഴെ വരെ നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ വശവും യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ലൈനിങ് നമ്മൾ ഇതേപോലെ ചെയ്യണം. അതായത് ഫ്രണ്ട് പോർഷനും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം യോജിപ്പിച്ച്, ബാക്ക് പോർഷനും നമ്മൾ ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഒരു വശം യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ വശം ഉണ്ടല്ലോ, ആ വശവും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വശവും കൂടി ഇതേപോലെ തന്നെ നീറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, അതേപോലെ കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ലൈനിങ് ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാനൽ കട്ടിൻ്റെ ലൈനിങ് ഇരിക്കുന്നത്. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. ഇത് ബാക്ക് പോർഷനാണ്. ഞാൻ ഫ്രണ്ട് ജോയിൻ ചെയ്തെടുത്തതുപോലെ തന്നെ ബാക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ലൈനിങ്ങിൻ്റെ അറ്റം, അതായത് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ താഴെ ഭാഗം നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അതിപ്പം മടക്കി അടിച്ചില്ലെങ്കിൽ ഞാൻ മറന്നു പോവുകയും ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ ഇങ്ങനെയായിട്ട് ഒരു ഓർഡറിലാണ് ഞാൻ എപ്പോഴും ചെയ്തു പോകുന്നത്. അപ്പോൾ ലൈനിങ് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ അറ്റം ഞാൻ ആദ്യമേ തന്നെ അങ്ങ് മടക്കി അടിക്കും. അപ്പോൾ നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മടക്കി അടിച്ചു വെച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മടക്കി അടിക്കാനുള്ള വശങ്ങളെല്ലാം ഞാൻ ആദ്യമേ തന്നെ അങ്ങ് മടക്കി അടിച്ച് വെക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ഫ്രണ്ടിലൊരു ബോയ് ഉണ്ടല്ലോ, ആ ബോയുടെ ഒരു കഷ്ണം തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ കഷ്ണം തുണിയുടെ രണ്ട് വശങ്ങളും നമ്മളത് മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ കഷ്ണം തുണിയുടെ രണ്ട് സൈഡും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ
ഈ ബോയാക്കി എടുക്കാൻ പോകുന്നത്. ഈ പീസാണ് നമ്മൾ ബോയാക്കി എടുക്കുന്നത്. സെൻറ്ററിൽ കൂടി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അടിച്ച് ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തിട്ടാണ് അത് ബോയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ ബോയാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചെടുക്കണം. അതെ, സെൻറ്റർ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയാൻ നേരത്തെ അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് കിട്ടും. അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം 2 വശങ്ങളിലായിട്ട്. അത് മാർക്ക് എടുത്തതിന് ശേഷം നിവർത്തി എടുത്തിട്ട് നമ്മൾ 2 സൈഡും നന്നായിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കെട്ടിടാതെ വേണം അടിക്കാനായിട്ട്. ജസ്റ്റ് വെച്ച് കൊടുക്കുന്നു, നമ്മൾ കെട്ടിടുന്നില്ല. സ്ട്രെയിറ്റ് താഴെ വരെ നമ്മൾ അടിച്ചു കൊടുക്കുവാണേ. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം കെട്ടിടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ. നമ്മൾ യൂഷ്വലി അത് കെട്ടിടുന്നത് ശീലിച്ച് പോയതുകൊണ്ട് നമ്മൾ അറിയാതെ കെട്ടിട്ട് പോകും. അങ്ങനെ കെട്ടിടണ്ട. അങ്ങനെ കെട്ടിടാണ്ട് 2 വശങ്ങളിലേക്ക് നമ്മൾ കുറച്ച് നൂല് നീട്ടിയെടുക്കണം. ആ നീട്ടിയെടുക്കുന്ന നൂലിൽ ഒരു നൂലിൽ പിടിച്ച് വേണം നമ്മൾ വലിക്കാനായിട്ട്. 2 നൂലുണ്ടാവുമല്ലോ അതിൽ ഒരു നൂലിൽ പിടിച്ച് നമ്മളിങ്ങനെ വലിക്കണം. വലിച്ചു കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഗ്യാദേഴ്സ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ നമുക്ക് ഗ്യാദേഴ്സ് കിട്ടും. ആ നൂലിൽ പിടിച്ചാണ് ഞാൻ വലിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? 2 നൂലിൽ ഒരു നൂലിൽ പിടിച്ചിട്ടാണ് ഞാൻ വലിക്കുന്നത്. അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമുക്കത് സെൻറ്ററിൽ ഗ്യാദേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മടക്കി അടിച്ചേക്കുന്ന വശം കണ്ടോ, അതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടായതുകൊണ്ട് തന്നെ അത് ഞാൻ മടക്കി ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മടക്കി അടിച്ച വശം ഞാൻ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ആദ്യമേ എടുത്തിട്ട് സെൻറ്റർ നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 ഇഞ്ച് നെക്കിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് ഇത് പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. 1/4 ഇഞ്ച് ഞാൻ വിടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ സീം അലവൻസ് ആണ് വിട്ടേക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ നമ്മൾ അടിച്ചെടുത്ത് അങ്ങനെ തന്നെ വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവാണ്. സെൻറ്റർ പൊസിഷനിൽ വെച്ച് അടിച്ചു കൊടുക്കാൻ പോവാണ്. അത് ഞാൻ മടക്കി വെക്കുന്നുണ്ട്. ഞാൻ മടക്കി അടിച്ച സ്ഥലം ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടാണ് ഇത് അടിച്ച് പിടിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മടക്കി അടിച്ചേക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അതൊരു ഭംഗിക്കുറവുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണത്. ഞാനിത് മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നോക്കി ഒന്ന് ചെയ്യണേ. കാരണം ഇത് കാണാൻ പറ്റുന്ന വശമാണല്ലോ. അതായത് കണ്ടോ, ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ടോ ആ സൈഡ്. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് അത് അകത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ പറ്റുന്നൊരു ഭാഗമാണ്. നമ്മുടെ ഫ്രണ്ടിൽ യോക്ക് തന്നെയാണിത്. ശരിക്കും അറ്റൻഷൻ കിട്ടുന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റായിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് സെൻറ്ററിൽ നമ്മളങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അടുക്കിയെടുത്ത് പേൾപ്പിൻ്റെ കൊണ്ട് തന്നെ ആദ്യം തന്നെ ഒന്ന് കുത്തി വെക്കണം. നമ്മൾ എങ്ങനെയൊക്കെയാണ് അടിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ അതുപോലെ ഞാൻ ബോക്സ് പ്ലീറ്റൊക്കെ സെൻറ്ററിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ വെച്ചൊന്ന് പേൾപ്പിന്നിൽ കുത്തി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പേൾപ്പിന്ന് വെച്ചതൊക്കെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ എനിക്കിഷ്ടമുള്ളത് പോലെയൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരു ബേസിക് പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള നമ്മുടെ കഴിവ് പോലെ, നമ്മളെല്ലാവരും കലാകാരന്മാരാണല്ലോ. അപ്പോൾ നമ്മുടെ കഴിവ് പോലെ മാറ്റിയും ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. അങ്ങനെ പേൾപ്പിന് ഞാൻ കുത്തി വെച്ചത് ഓരോന്നായിട്ട് മാറ്റി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ബോ കിട്ടി. നന്നായിട്ട് 2 തവണയൊക്കെ ഇരുത്തി അടിച്ച് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിയൊന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി എക്സ്ട്രാ വരുന്ന പോർഷന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എക്സ്ട്രാ നമുക്ക് കുറച്ച് പോർഷൻ വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ എക്സ്ട്രാ ഈ തള്ളി നിൽക്കുന്ന വേണ്ടാത്ത തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് നമ്മൾ നേരത്തെ നമ്മുടെ പാനൽ കട്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള പാറ്റേൺ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. സൈഡിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ തുണി ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളിതേ സൈഡിലേക്ക് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ആദ്യമേ തന്നെ നമ്മൾ ആ ബോ അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ബോ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷമാണ് നമ്മൾ വശങ്ങളിലേക്ക് ഈ 2 പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെ നല്ല നോക്കി വ്യക്തമായിട്ട് തുണിയുടെ 2 അറ്റവും നന്നായിട്ട് പിടിച്ച് നമ്മൾ ത്രൂ ഔട്ട് അടിച്ചു കൊടുക്കുകയാണ് താഴ്ഭാഗം വരെ. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഫ്രണ്ട് ഭാഗം നല്ല യോക്ക് പോർഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ലൈനിങ് നമ്മൾ ഓൾറെഡി നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്. ആ ലൈനിങ് നല്ല വശത്തോട് ചേർത്തിട്ടേക്കുവാണേ. നല്ല വശവും മുഖാമുഖം ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും
അത് രണ്ടും കൂടെ മുഖാമുഖം ചേർത്ത് വെച്ച് നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നത്. 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. നല്ല വശവും തന്നെയാണ് നമ്മൾ മുഖാമുഖം വെക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ബോയിലേക്കൊന്നും കയറാതെ വേണം അടിക്കാനായിട്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി വേണം അടിക്കാനായിട്ട്. ഞാൻ ശരിക്കും ഒരു ബിഗിനറാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം നോക്കിയാണ് ചെയ്യുന്നത്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. ഇതേപോലെ തന്നെ നോക്കി ചെയ്ത് എടുക്കുവാണ്. ലാസ്റ്റ് വരെ ഞാനിങ്ങനെ നോക്കും, കറക്റ്റല്ലേ എന്ന് നോക്കി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെ നമ്മൾ ആ കോണോട് കോൺ വരുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നൂലിൽ കയറാതെ തൊട്ട് മുന്നിലായിട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഷേപ്പുകൾ വരുന്ന ഭാഗമുണ്ടല്ലോ, ആ കോണോട് കോൺ ചേർന്ന് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മറിച്ചെടുത്ത് കഴിയുമ്പോൾ അതെ നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുവാണേ. ഇരുത്തി അടിക്കുന്നുണ്ട് ഞാനിവിടെ. ആ ബോയിലേക്ക് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോ നമ്മൾ സെപ്പറേറ്റ് മാറ്റി പിടിക്കുന്നുണ്ട്. ബോയിലേക്ക് കയറ്റാതെ നമ്മളിത് ഇരുത്തി അടിച്ചു കൊടുക്കുവാണേ. അങ്ങനെ നമ്മൾ ഇരുത്തി അടിച്ച് മുഴുവനും എടുക്കാൻ പോവാണ്. ഇരുത്തി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇരുത്തി അടിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ മുഴുവനായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നെക്കൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു, ബോയൊക്കെ വെച്ചു, 2 സൈഡ്സും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ 2 വശം ഉണ്ടല്ലോ, ആ ഇരുവശങ്ങൾ നമ്മളൊന്ന് ലൈനിങ്ങും ആ ഒരു മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ നമ്മൾ ചേർത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിടന്നിട്ടുണ്ട്, ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് കൂടി യോജിപ്പിക്കുമ്പോഴത്തേനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളത് ബാക്ക് പീസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ നമ്മൾ ഫ്രണ്ട് ചെയ്തതുപോലെയല്ല ചെയ്യുന്നത്. നമ്മൾ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ കുറച്ച് പണിയുണ്ട്. നമുക്കത് വീഡിയോ പോകുന്ന പോക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മെയിൻ ക്ലോത്തിൻ്റെ അതായത് ബാക്ക് വശത്താണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ബാക്ക് സൈഡാണ്, അതായത് നല്ല വശമല്ല, ഇത് ചീത്ത വശമാണ്. ബാക്കിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തിലേക്ക് നമ്മൾ ലൈനിങ് പീസിൻ്റെ തന്നെ ചീത്ത വശം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ചീത്ത വശവും കൂടി നമ്മൾ ഒന്നിച്ച് വെച്ച് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയുവാണേ. ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ നെക്കിൻ്റെ, ആ എക്സസ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ നേരം ഉണ്ടല്ലോ, അതായത് നമ്മൾ നോർമലി ലൈനിങ് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയാണിത്. നെക്കൊക്കെ നമ്മൾ വേറെ പീസ് തുണി വെച്ചിട്ടാണ് അപ്പം അടിച്ചു മറിച്ച് നീറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതെ നമ്മൾ തിരിച്ചെടുക്കാൻ നേരത്ത് കാണുന്നത് ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഈ തുണിയുടെ നല്ല വശം നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഇനിയാണ് നമ്മൾ സിബ് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. സിബ് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളന്നെടുക്കുവാണ്. ഞാൻ 10 ഇഞ്ചാണ് കേട്ടോ അളന്നെടുക്കുന്നത്. 10 ഇഞ്ച് ഞാൻ ആ വീനെക്കിൻ്റെ അവിടെ നിന്ന് അളന്നെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. കൃത്യം 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സിബ്, ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൂട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഫൂട്ട് മാറ്റിയിട്ടുണ്ട്, 1 ഫൂട്ട് ഇട്ടാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. അതിന് വേണ്ടി സിബ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. സിബ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സിബ് എടുത്ത് വെച്ചതിന് ശേഷം അതിങ്ങനെ 2 വശങ്ങളിലേക്കും തുറന്ന് വെക്കും. കണ്ട, തുറന്ന് വെച്ചേക്കുവാണേ. തുറന്ന് വെച്ചിട്ട് അടിക്കേണ്ട ഭാഗം കണ്ടല്ലോ, സിബിൻ്റെ ആ പോർഷൻ ഇല്ലാത്ത ഭാഗം, സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം കണ്ടില്ല, ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ യോജിപ്പിച്ച് വെച്ച് കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിബ് സ്ട്രെയിറ്റ് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ 2 വശങ്ങളിലേക്ക് അതിൻ്റെ വായ തുറന്ന് വെച്ചേക്കുവാണ് നമ്മൾ. അങ്ങനെ വായ തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇരുവശങ്ങളിലും പേൾപ്പിന്ന് കുത്തി സെക്യൂർ ചെയ്ത് ആദ്യമേ നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കണം. 2 വശങ്ങളിലും പേൾപ്പിന്ന് കുത്തി സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ അടിക്കാൻ തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ലൈനിങ്ങിൽ കൊള്ളിക്കാതെയാണ് അടിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ മെയിൻ ക്ലോത്തിൽ മെയിൻ തുണിയിൽ മാത്രം വെച്ചാണ് കേട്ടോ അടിക്കുന്നത്. ലൈനിങ് വിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ലൈനിങ് അതാണ് ഞാനിപ്പോൾ പിടിച്ച് മാറ്റി വെക്കുന്നത്. ലൈനിങ്ങിൻ്റെ പോർഷൻ ഞാൻ പിടിച്ച് സെപ്പറേറ്റ് മാറ്റി വെക്കുവാണേ. നമ്മൾ മെയിൻ ക്ലോത്തിൽ മാത്രമാണ് ഇത് അടിച്ച് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ
കൃത്യമായിട്ട് വെച്ച് കൊടുത്ത സിബ് നമ്മൾ പേൾപ്പിന് ഓരോന്നായിട്ട് മാറ്റി നമ്മൾ കറക്റ്റായിട്ട് 1 ഫൂട്ട് ഇട്ട് അടിക്കാൻ നേരത്ത് നമുക്ക് തൊട്ടറ്റത്ത് വെച്ച് തന്നെ അടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിത് അറ്റത്ത് വെച്ച് തന്നെ അടിച്ചെടുക്കണമേ. അറ്റത്ത് വെച്ച് അടിച്ചെടുത്താലേ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 1 ഫൂട്ട് ഇട്ട് തന്നെ അടിക്കുന്നത്. അങ്ങനെ 1 ഫൂട്ട് ഇട്ട് അടിച്ച് നമ്മളതേ ആ സൈഡിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ അവിടം വരെ നമ്മൾ അടിച്ചു കേട്ടോ. സ്ട്രെയിറ്റ് അവിടം വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി പേൾപ്പിന് കുത്തി വെച്ചേക്കുവാണല്ലോ. അങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ അവിടം വരെ അടിച്ച് കുത്തി നിർത്തി അവിടെ കെട്ടിയിട്ട് നിർത്തിയേക്കുവാണ്. അതുപോലെ തന്നെ നമ്മളിത് ഇപ്പുറത്തെ സൈഡും വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പേൾപ്പിന് കുത്തി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 2 സൈഡും. രണ്ടാമത്തെ സൈഡ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുവാണേ. ലൈനിങ് ഞാൻ പ്രത്യേകം മാറ്റുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈനിങ്ങിൽ നമ്മൾ അടി കൊള്ളിച്ചിട്ടേ ഇല്ല, ലൈനിങ് വിട്ടിട്ടാണ് നമ്മളിത് അടിക്കുന്നത്. മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് നമ്മൾ അടിച്ചെടുക്കുവാണ്. കെട്ടിട്ട് നമ്മൾ എടുത്തു. ഈ ഒരു പോർഷൻ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കാനായിട്ട് ബിഗിനേഴ്സിന് നല്ല കൺഫ്യൂഷനാണ്. നമുക്ക് ഭയങ്കര പാടാണ്. ഞാനിത് കുറേ തവണ ട്രൈ ചെയ്താണ് കേട്ടോ ഞാനിത് സിബ് വെക്കാനായിട്ട് പഠിച്ചത്. നമ്മളിത് സിബ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് അടിച്ച് ഇങ്ങനെ നിർത്തിയേക്കുവാണല്ലോ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കൂടി വേണം നമ്മൾ സിബ് അകത്തേക്ക് എടുക്കാനായിട്ട്. അതായത് കാണാത്ത വശത്തേക്ക് പുറകു ഭാഗത്തേക്ക്, ഡ്രസ്സിൻ്റെ പുറകു ഭാഗത്തേക്ക് ആ ഊട്ട വഴി നമ്മൾ പുറത്തേക്ക് എടുത്ത്. ഇനി അവിടെ ഒരു ഊട്ട ഉണ്ടാവുമല്ലോ, കണ്ടോ? ആ ഊട്ട നമ്മളിത് ഇങ്ങനെ വേണം അടയ്ക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളിത് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കാണണം. അതിങ്ങനെ എടുത്തിട്ട് നമ്മളിത് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുവാണേ. ഇതുപോലെ നന്നായിട്ട് പിടിച്ച് സമാധാനത്തോടെ ക്ഷമയോടെ ധൃതിയൊന്നും വെക്കാണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മളിത് ആ തുണിയോട് ചേർത്ത് വെച്ച് നമ്മളിത് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അവിടെ ഉള്ളൊരു തുള നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുവാണേ. ആ ഒരു ഹോളുണ്ടല്ലോ, ആ ഗ്യാപ്പ് നമ്മളിത് ഇങ്ങനെ ചേർത്ത് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കും. ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിയാൻ നേരത്ത് അത് ഓക്കെ ആ ഹോള് അടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പുറമേ നോക്കുമ്പോൾ കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, ക്ലോസായി. ഇതേ കണ്ടോ, തുള ക്ലോസായിപ്പോയി. അങ്ങനത്തെ നമ്മുടെ പുറമേ നോക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ലൈനിങ്ങിൽ ഇത് കൊള്ളിക്കാണ്ടാണ് അടിച്ചേക്കണത്. ഈ അടി കൊള്ളിച്ചിട്ടില്ല ലൈനിങ്ങിൽ. ആ ലൈനിങ്ങിൽ എങ്ങനെയാണ് കൊള്ളിക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം മറിച്ചിടുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും സെൻറ്ററിൽ ലൈനിങ്ങിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതിന് വേണ്ടി നമ്മളിത് ലൈനിങ്ങിൻ്റെ ഒരു വശം ഇപ്പുറത്തേക്ക് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആ ലൈനിങ്ങിൻ്റെ വശം മാത്രമായിട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ തയ്യൽ തുമ്പ് നമ്മളിത് അങ്ങനെ കയറ്റി വെച്ചാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിബ് ആദ്യം മേളിലേക്ക് കയറ്റി വെച്ചേക്കുമായിരുന്നല്ലോ, ആ സിബൊന്ന് നമ്മൾ താത്തി കൊടുക്കുന്നുണ്ടേ. സിബ് താത്തി കൊടുത്തതിന് ശേഷം നമ്മളത് ഇപ്പുറത്തേക്ക് എടുക്കുവാണ്. താത്തി കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതേപോലെ നിങ്ങൾ നല്ല സ്ലോ ആയിട്ട് ശ്രദ്ധയോടെ ഇതൊന്ന് കാണണം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് ഇതിനകത്ത് ഈ തയ്യലിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ ലൈനിങ്ങും സിബും മെയിൻ ക്ലോത്തും കൂടി നമ്മൾ ഇപ്പോഴാണ് ഒന്നിച്ച് വെച്ച് അടിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ഈ സിബ് വെക്കുന്ന ഈ ഒരു പാർട്ട് ഫുൾ ത്രൂ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് തുടക്കം മുതൽ അവസാനം വരെ, അതായത് ലൈനിങ് നമ്മളൊന്ന് മറിച്ചെടുത്തതിന് ശേഷം ആ മേൽഭാഗം മുതൽ താഴ്ഭാഗം വരെ നമ്മൾ ആ 3 പീസും, അതായത് ലൈനിങ്ങും സിബും മെയിൻ ക്ലോത്തും കൂടെ ഒന്നിച്ച് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മൾ താഴ്ഭാഗം വരെ, അതായത് സിബ് നമ്മൾ എന്തോരം വെച്ചിട്ടുണ്ടോ അവിടം വരെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ? അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇപ്പുറത്തെ സൈഡ് നോക്കിക്കേ, നമ്മൾ ആ പിടിപ്പിച്ച റോ എഡ്ജ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കത് ആ റോ എഡ്ജ് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്കൊന്നും കൂടെ അത് വ്യക്തമായിട്ടൊന്ന് നോക്കാവേ. ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ മറിച്ചിടുവാണ്. മറിച്ചിടുമ്പോൾ നമുക്ക് ആ തുമ്പ് കിട്ടും, കണ്ടല്ലോ. മറിച്ചിട്ട് കഴിയാൻ നേരം മറിച്ചിട്ടു ഞാൻ. ലൈനിങ്ങിൻ്റെ ആ മറിച്ചിട്ട ഭാഗം ഞാൻ സിബിനോട് ചേർത്ത് പിടിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ മറിച്ചിടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. കണ്ട, നേരെ പിടിക്കുമ്പം ഇങ്ങനെ കിട്ടും നമുക്ക്. സിബിൻ്റെ തല മേളിലാണ്, അതൊന്ന് താത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കിട്ടുന്ന പീസ് ലൈനിങ്ങും
സിബും മെയിൻ ക്ലോത്തും കൂടെ ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നു. നമ്മൾ അടിച്ച് ചേർക്കുന്നു. താഴെ നമ്മൾ എന്തോരം സിബ് കൊടുത്തിട്ടുണ്ടോ അത്രയും ഭാഗം വരെ നമ്മളിത് ഒന്നിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ച് വെച്ച് കൊടുക്കുവാണേ. കണ്ടോ? മനസ്സിലാകാത്തവർ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധയോടെ നോക്കണേ. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതൊന്നിച്ച് മൊത്തം ത്രൂ ഔട്ട് കാണണം, എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളേ. ഇടയ്ക്കൊന്ന് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ലതേ. ഞാൻ അവിടെ വരെ അടിച്ചു കൊടുത്തിട്ട് സിബിൻ്റെ തല മുകളിലേക്ക് ആക്കുവാണ് ഒന്നും കൂടിയേ, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളതേ. സിബിൻ്റെ തല മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ദേ കണ്ട നമുക്ക് നീറ്റായിട്ട് കിട്ടിയത് കണ്ടില്ലേ? ദേ മറിച്ചെടുത്തിട്ട് കണ്ടോ? മറിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ 3 പീസും കൂടെ ഒന്നിച്ച് പിടിച്ചെടുക്കാൻ പറ്റും. ലൈനിങ്ങിൻ്റെ തുമ്പും സിബും മെയിൻ ക്ലോത്തും കൂടി ഇതേ നമ്മൾ ഒന്നിച്ച് പിടിച്ച് ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുവാണേ. കണ്ടല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷിങ്ങിൽ സിബ് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇത് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം വരാൻ നേരത്ത് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതേ ആ ഒരു ത്രികോണ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ തൊട്ട് വശങ്ങളിലേക്ക് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ? ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചു അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നല്ല ഭംഗിയായിട്ടിത് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ആ കട്ടിങ് വരെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം വെച്ച് കൊടുത്തതിന് ശേഷം ആ കട്ടിങ് വരുന്ന സ്ഥലം വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അടിച്ചു കൊടുക്കുവാണേ. നിങ്ങൾ ക്ഷമയോടെ ഒന്ന് പതിയെ ഇരുന്ന് 1-2 തവണ ഇരുന്ന് കാണണേ, എന്നാലും നിങ്ങൾക്ക് സിബ് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ മുറിച്ച് കൊടുത്ത ആ സൈഡ് വരെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന സിബ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് എക്സ്ട്രാ നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരെ ഇട്ട് നോക്കാം കേട്ടോ. നമുക്ക് നേരെ ഇട്ട് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് പിടിപ്പിച്ചപ്പം സിബിൻ്റെ താഴ്ഭാഗത്തൊരു തുള പോലെ ഉണ്ടായിരുന്നല്ലോ, ആ സംഭവം നമുക്ക് ഈ ലൈനിങ്ങിലും അതേപോലെ തന്നെ തുള വരുന്നു കേട്ടോ. അത് നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇതുണ്ടോ? ഓക്കെ. നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. ഈ ലൈനിങ്ങിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഹോൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പോൾ ആ ഹോളും കൂടി നമ്മളൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അതെങ്ങനെ അടക്കണമെന്ന് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇപ്പം കാണാം. 2 സൈഡിലും നമ്മൾ ഓൾറെഡി അടിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോൾ എങ്ങനെയാണ് അടിച്ച് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ മറിച്ചെടുക്കണം. മറിച്ചെടുത്തതിന് ശേഷം അവിടെ നമ്മളൊരു ത്രികോണ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളിത് സിബിലേക്ക് വെച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കുവാണേ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് സിബ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ സിബ് പിടിപ്പിക്കുന്നത് മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടൊന്ന് മനസ്സിലാവും. ഇത് നിങ്ങൾ സ്ലോ ആയിട്ടൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്ലോ ആയിട്ട് ക്ഷമയോടെ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതേ കണ്ട ആ ഹോളും നമുക്ക് അടഞ്ഞു കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ എന്തെങ്കിലും ഇനി കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ സിബിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ബാക്ക് ആയതുകൊണ്ട്. ബാക്ക് വശത്ത് നമ്മൾ ഇത്ര നേരം സിബ് പിടിപ്പിക്കുമായിരുന്നു. ഇനി നമുക്കത് ഒരു പീസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെന്ന്, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോർമലി നമ്മൾ നെക്ക് എങ്ങനെയാണോ അടിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു പീസ് തുണി എടുത്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ആ തുണി നമ്മൾ നേരെ ഇട്ടിട്ട് ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കണം. അങ്ങനെയാട്ടോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇരുത്തി അടിച്ചു കൊടുക്കുവാണേ. ഇരുത്തി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നെക്ക് ദേ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ബാക്കിലെ വി ആണ്, ഒരു സൈഡാണ് നമ്മളിപ്പോൾ അടിച്ചത്. ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു പീസ് തുണി നമ്മൾ സൈഡ് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്കത് ഇപ്പം മടക്കി അടിക്കാം. ഒരൊറ്റ തവണ ഫോൾഡ് ചെയ്താട്ടോ ഞാൻ മടക്കി അടിക്കുന്നത്. നമ്മൾ ഇനി അത് അടിച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരൊറ്റ തവണ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഒറ്റ തവണ അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് മടക്കി അടിച്ച് എടുക്കുവാണ്. ഇനി നമുക്ക് ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഹെമ്മിങ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അങ്ങോട്ട് ലൈനിങ്ങിലേക്ക് അങ്ങ് ഇരുത്തി അടിച്ചങ്ങ് കൊടുക്കുവാണ്. ഹെമ്മിങ് ചെയ്യാനും മെനക്കെടാനൊന്നും എനിക്ക് കഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം ഗൗൺ ചെയ്ത സമയത്ത് ഗൗണല്ല ഫ്രോക്ക് ചെയ്ത സമയത്ത് ഞാൻ ഹെമ്മിങ് ആണ് കേട്ടോ ചെയ്തിരുന്നത്. ഇങ്ങനെ വെച്ചത് ലൈനിങ്ങിലേക്ക് ഞാൻ അടിച്ച് ചേർക്കുവാണ്. മെയിൻ ക്ലോത്തിലേക്ക് അടി കൊള്ളിക്കുന്നില്ല കേട്ടോ, ലൈനിങ്ങിലേക്കാണേ.
വെച്ച് ചേർത്ത് അടിച്ച് വെച്ച് കൊടുക്കുന്നത്. നെക്കിൻ്റെ ആ എക്സ്ട്രാ വരുന്ന പീസ് ഒന്നെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ലൈനിങ്ങിലേക്ക് അടിച്ച് ചേർക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അറിയുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അറിയാത്തവർക്ക് ഇത് നല്ലൊരു ഹെൽപ്പായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അറിയുന്നവരൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ ലൈനിങ്ങിലേക്ക് ആ എക്സ്ട്രാ പീസ് ഒന്ന് അടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ ഒരു സൈഡ് നെക്ക് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. കണ്ടോ, അതെ ഇതേപോലെ നമ്മൾ ഒരു സൈഡിലേക്ക് ഒരു കഷ്ണം തുണി എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അടി കൊടുക്കുന്നു, അത് മറിച്ചെടുക്കുന്നു, ഇരുത്തി അടിക്കുന്നു. ഇരുത്തി അടിച്ച് ആ തുണി എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തതിനെ നമ്മൾ മടക്കി അടിക്കുന്നു. മടക്കി അടിച്ച തുണി ലൈനിങ്ങിലേക്ക് അടിച്ച് ചേർക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതെ ഇതിൽ കാണുന്ന പോലെ ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം മുഖാമുഖം ചേർത്തിട്ടതിന് ശേഷം ബാക്കിൻ്റെ ലൈനിങ്, അതായത് ബാക്ക് പോർഷൻ്റെ ലൈനിങ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുവാണ്. ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആദ്യം ഇട്ടേക്കുന്നത് ഫ്രണ്ട് പോർഷനാണേ. ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ തുണി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ്റെ തുണി ഇട്ട് കൊടുത്തേക്കുവാണ്. അതിൻ്റെ നമ്മൾ 3 തുണികളും ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ബാക്ക് പോർഷൻ്റെ ലൈനിങ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കവർ ചെയ്തെടുത്തേക്കുവാണ്. അതായത് നമ്മൾ ആ 3 തുണി ഒന്നിച്ച് പിടിച്ചിട്ടുണ്ടല്ലോ, അതിനെ കവർ ചെയ്ത് നമ്മൾ പൊതിഞ്ഞെടുക്കുന്ന പോലെ അതിനെ കവർ ചെയ്ത് നമ്മൾ ലൈനിങ് ഇങ്ങനെ എടുത്തേക്കുവാണ്. ഇത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കവർ ചെയ്ത് എടുത്ത് അത് ചേർത്ത് വെച്ച് ആ 4 പീസ് തുണിയും ചേർത്ത് വെച്ച് ഞാൻ അടിച്ചു കൊടുക്കുവാണേ. അടിച്ചു കൊടുക്കുമ്പം നമ്മുടെ സീം കാണാതെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സീം കാണാതെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന രീതി ഇതാണതേ. അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ സ്ലോയിൽ തുറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ദേ കണ്ടോ കണ്ടോ കണ്ടോ, ഇത് നിങ്ങൾക്ക് ദേ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ദേ സീം ഇല്ലാതെ കിട്ടുന്നുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സീം കാണാത്ത രീതിയിലെ. ഇതാണ് നമ്മൾ നീറ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന രീതി. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാകാത്തവരൊന്നും കൂടി നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പോൾ നമ്മൾ 2 ഷോൾഡറും ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ദേഹത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഷോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റാനുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അതെ എക്സ്ട്രാ എനിക്ക് കുറച്ച് തുണി എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കി ആദ്യം എൻ്റെ ദേഹത്തിട്ട് തന്നെ ഞാൻ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തത് ഞാൻ 2ആയിട്ട്, അതായത് അങ്ങനെ ഒരു സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ 2 വശങ്ങളിലും 2 ഷോൾഡറിലും എക്സ്ട്രാ ഉള്ള പീസ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ നിൽക്കുന്ന പോർഷനെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണേ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതേപോലെയും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു പോർഷനിൽ കുറച്ച് തുണി നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇവിടുന്ന്. അതങ്ങനെ മാറ്റുന്നത് എന്തിനാണെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഡ്രോപ്പായിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്ലീവിലും നമ്മൾ ഇതേപോലെ തന്നെ എക്സ്ട്രാ ഉള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനാണ്, അതായത് നല്ല വശവും മുഖാമുഖം ചേർത്തിടണം. സ്ലീവിൻ്റെ നല്ല വശവും മുഖാമുഖം ചേർത്തിട്ടതിന് ശേഷം ആം ഹോളിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ കണ്ടല്ലോ, ആ ഒരു കെർവിൻ്റെ പോർഷൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു 4 ഇഞ്ച് തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതവിടെ ചുളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. പിന്നെ സ്ലീവ് ഒന്ന് ഡ്രോപ്പായി കിടക്കാനും ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്കതേ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2ആയിട്ട് മടക്കി എടുത്തതിന് ശേഷം ആ ജോയിൻറ്റിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കുന്ന അങ്ങോട്ടേക്ക് നമ്മൾ സെൻറ്റർ എടുത്ത് വെച്ച് കൊടുക്കുവാണ്. സ്ലീവിൻ്റെ സെൻറ്റർ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ അടിച്ച് സൈഡ് ഇരുവശങ്ങളിലേക്കും അടിച്ചു കൊടുക്കുന്നത്. ആ സെൻറ്ററിൽ നിന്ന് നമ്മളിത് വശങ്ങളിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആം ഹോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 തവണ അടി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് 2 തവണ വന്ന് അടിച്ച് ചേർക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു വശത്തേക്ക് നമ്മൾ അടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ വശത്തേക്കും കൂടെ അടിച്ച് ചേർക്കുവാണേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെൻറ്റർ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതായത് പഫ് സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി ചില സ്ഥലത്ത് കൂടിയും ചില സ്ഥലത്ത് കുറഞ്ഞും ഒക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫ്രണ്ടിലേക്ക് കൂടുതൽ പഫ്സ് പ്ലീറ്റ്സ് ചിലപ്പോൾ വരും, ബാക്കിലേക്ക് ചിലപ്പോൾ കുറഞ്ഞു പോകും. അങ്ങനെയൊക്കെ കുറഞ്ഞും കയറിയും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ പിടിച്ച് വേണം വയ്ക്കാനായിട്ട് സ്ലീവ്. അപ്പോൾ അത് 2 സ്ലീവ് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അതായത് നമ്മൾ സൈഡ്സും കൂടെ നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം സൈഡ്സും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗൗണല്ല നമ്മുടെ ഫ്രോക്ക് ഏകദേശം റെഡിയാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ അതേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു, നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു, ഹിപ്പിൻ്റെ സൈസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹിപ്പ് വരെ നമ്മൾ അളന്ന് മാർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ സൈഡിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. അത് ഇതേപോലെ കാണുന്ന രീതിയിൽ. അപ്പോൾ അത് ഞാൻ എല്ലാ സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ മാത്രമല്ല മറുവശത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലേ നമുക്ക് മറ്റേ വശം അടിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഇതുപോലെ തന്നെ. പിന്നെ അതേ സ്ലീവും കൂടി ഞാൻ അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് 5 ഞാൻ എടുക്കുന്നത്. 5 ഇഞ്ചാണ് എൻ്റെ കൈവണ്ണം. അപ്പോൾ അതുകൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു, ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു, ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു, ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ സൈഡ്സും കൂടെ ജോയിൻ ചെയ്തെടുക്കുവാണേ. സൈഡ്സും കൂടെ ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രോക്ക് ഏകദേശം റെഡിയാവും. അപ്പോൾ നമുക്ക് 2 സൈഡ്സും ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ പീസൊക്കെ ഉണ്ടല്ലോ, അതായത് സൈഡിലേക്ക് കുറച്ച് എക്സസ് ആയിട്ട് കുറച്ച് പീസൊക്കെ ഉണ്ട്. ആ എക്സ്ട്രാ പീസെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാവേ. അങ്ങനെ 2 സൈഡും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 സൈഡും അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ മെയിൻ തുണിയുടെ ഏറ്റവും താഴെ നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത്. ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെയും കൂടി മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ സെൻറ്ററിൽ ബോയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. ബാക്ക് വി ആണ്, ഇൻവിസിബിൾ സിബൊക്കെ വെച്ചിട്ടുണ്ട്. പഫ് സ്ലീവൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ട് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം എങ്ങനെയാണിത് വന്നേക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്നായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.